ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷോർട്ടി ടോക്സ്. ഞാനൊരു പൂരം ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ ഒരു 8-8:15 ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. എൻ്റെ വീട്ടിലെല്ലാവരും ഓൾറെഡി റൗണ്ടിലെത്തി. ഞാനാണ് കുറച്ച് ലേറ്റ്. നമുക്ക് വേഗം പോയി ആര്യനും കൂട്ടി പോകാം. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് അങ്ങോട്ടുള്ളൂ. ചെന്നോടനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചേക്കണം പറയാൻ കേട്ടോ കണ്ടത്. ഇനി ഇത് കാണാനാണ് ഞങ്ങൾ എല്ലാ കൊല്ലം നേരത്തെ വരുന്നത്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ ആന നായ്ക്കനാൽ പന്തലിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുന്നത് കാണാൻ. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ കോലത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് കേട്ടോ വിശ്വാസം. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം പറയെടുക്കലും കൂടി കണ്ട് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പതുക്കെ ഘടകപുരങ്ങൾ കാണാനായിട്ട് പോകും. ഘടകപുരങ്ങൾ കാണാൻ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ഇട്ടു കേട്ടോ. ഇവിടെ എനിക്ക് ഒരാളെ കാണാനുണ്ട്. ഈ സംഭാരം കൊണ്ടുവരുന്നതാണ് എൻ്റെ ഡാഡിക്കുൾ. അങ്ങനെ അച്ഛൻ്റെ നിന്ന് സംഭാരവും വാങ്ങി കുടിച്ച് ഞങ്ങൾ ഘടകപുരം കാണാൻ പോയി. അങ്ങനെ അത് കുറച്ച് നേരം കണ്ട് തിരിച്ച് നടക്കുമ്പോഴാണ് ഞാൻ വേറൊരാളെ കാണുന്നത്. ഇങ്ങനെ എന്നെ തീരെ മൈൻഡ് ചെയ്യാണ്ട് ആര്യോട് മാത്രം ഇത്രയും എക്സൈറ്റ്മെൻറ്റിൽ സംസാരിക്കുന്ന ഇദ്ദേഹമാണ് എൻ്റെ മാതാശ്രീ. അങ്ങനെ അമ്മോട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ മടത്തിൽ വരവ് കാണാൻ നടക്കുന്ന വഴിക്ക് ഒരു ആനയുടെ കുളിസീനും കണ്ടു. ഒന്നും അറിയാത്ത പോലെ നടക്കുന്ന എന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്. മടത്തിൽ വരവ് കാണുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആര്യ മാഡം അവളെ റിവീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആര്യ. അത് കഴിഞ്ഞ് പാർമിക്കാവിൻ്റെ നേരത്ത് കാണാൻ പോകുന്ന വഴിക്ക് എൻ്റെ സ്നേഹനിധിയായ ജൂനിയർ ഫാരിസ് എനിക്കും ആയിരിക്കും ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ യൂട്യൂബിൽ പറയാനവൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ അവൻ വാങ്ങിത്തന്ന ഐസ്ക്രീമും കഴിച്ച് പാറമേക്കാവിൻ്റെ നേരത്ത് കണ്ടു നിന്നപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. കാരണം ഇന്ന് എൻ്റെ വീട്ടിൽ റിലേറ്റീവ്സൊക്കെ വരും കേട്ടോ. ഏതൊക്കെ റിലേറ്റീവ്സ് വന്നാലും പപ്പടം കടിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണനും അവന് ടെറർ ലുക്ക് കൊടുത്തു പോകുന്ന ഉണ്ണിക്കുട്ടനായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണിയും ചിക്കനും സാലഡും പപ്പടമൊക്കെ കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് പായസം കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇലഞ്ഞിത്തറ മേളൊക്കെ നമ്മൾ ടി വിയിലാണ് കേട്ടോ കാണാറ്. കാരണം റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ടുള്ള സ്ഥിതിക്ക് അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ പൂരത്തിന് പോയിരുന്നെങ്കിൽ ഈ മൊമെൻറ്റ്സൊക്കെ നമുക്ക് മിസ്സായാനേട്ടാ. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും രാത്രി പൂരത്തിന് ഇറങ്ങും. റിലാക്സ് ചെയ്ത് പന്തലൊക്കെ കണ്ട് നടന്ന് കുറച്ച് നേരം രാത്രി പൂരം കണ്ടു നിൽക്കും കേട്ടോ. നാളെ പുലർച്ചെ പൊട്ടിക്കാനുള്ള വെടിക്കെട്ടിൻ്റെ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോയി കിടന്ന ഒരു 2 മണിക്കൂറെങ്കിലും ഉറങ്ങി ഞങ്ങൾക്ക് പുലർച്ചെ വെടിക്കെട്ടിന് വരാം. പിന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫായ കാരണം പകൽപ്പൂരത്തിൻ്റെയും പുലർച്ചെ വെടിക്കെട്ടിൻ്റെയും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.